ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷബനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അബുദാബീസ് ഫേവററ്റ് മോളായ ദൽമ മോളിൻ്റെ വ്ളോഗ് വീഡിയോയുമായിട്ടാണ്. ദൽമ മോളിൻ്റെ ഉള്ളിൽ ഒരു 450 ഷോപ്പുകളോളം ഉണ്ട്. ദൽമ മോളിലുള്ള ഹോം സെൻറ്റർ എന്ന ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടേക്കുള്ള നമുക്ക് യാത്ര തുടങ്ങിയാലോ? ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ലൊരു കുരങ്ങിനെ എല്ലാവരെയും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അന്നിപ്പോൾ ഞങ്ങൾ അവൻ്റെ ഒരു ഫോട്ടോയും എടുത്തു. ഇതാണ് ഹോം സെൻറ്റർ. നമ്മൾ ഹോം സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താണെന്ന്. കയറുന്ന വശത്ത് തന്നെ കുറച്ച് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, നല്ല മോഡേൺ ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. നല്ല പല വെറൈറ്റി മോഡലിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പം പോകാൻ പോകുന്നത് ഫർണിച്ചർ ഐറ്റംസിലേക്കാണ്. ഇവിടെ ഒത്തിരി നല്ല നല്ല വെറൈറ്റി മോഡൽ ഫർണിച്ചറുണ്ട്. 70% ഡിസ്കൗണ്ടും ഉണ്ട്.
ഇതുണ്ട് നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളാണ്. ഒരു സൈക്കിളിൻ്റെ മോഡലിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുണ്ട് പല വെറൈറ്റി മോഡലിലാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പോയി ഇരുന്നാൽ മതി, അതുപോലൊക്കെയാണ് ഇവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പല വെറൈറ്റി മോഡൽ ഫ്ലവേഴ്സും ഒക്കെ ഇരിപ്പുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. വന്ന് നമ്മൾ നിന്ന് പോകും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ. ബെഡും ഡൈനിങ് ടേബിളും ഒക്കെ സെറ്റാക്കിയ രീതി ഭയങ്കര ഒരു അടിപൊളിയാണ്. ഡൈനിങ് ടേബിളൊക്കെ നമ്മുടെ എല്ലാ സെറ്റപ്പിലുമാണ് ഇവർ വെച്ചിരിക്കുന്നത്. നമ്മൾ ചെന്നിരുന്നാൽ മതി ഫുഡ് കഴിക്കാൻ, അതേ കണക്കാണ് ഇവർ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ. എന്താ രസം, നമ്മുടെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു ഫീലിംഗാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കുണ്ടാകുന്നത്. എല്ലാം വളരെ ഇതുണ്ടോ, കസേരയും എല്ലാം നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അതേപോലെയാണ് ഇവിടെ. സോഫകളാണെങ്കിലും പല വെറൈറ്റി മോഡലിലാണ് ഇരിക്കുന്നത്. പല വെറൈറ്റി മോഡലുണ്ട്. പ്രൈസൊക്കെ കുറച്ച് കൂടുതലാണ്. എല്ലാത്തിനും നല്ല പ്രൈസും ഉണ്ട്. പിന്നെ പ്രൈസ് കുറഞ്ഞ ഐറ്റംസും ഉണ്ട്. പിന്നെ കുറേ കസ്റ്റമർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അറബികളാണ് കൂടുതലും കാണുന്നത്. നല്ല ഡെക്കറേഷനിലുള്ളൊക്കെ ബെഡൊക്കെ ആക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഒരു ഫീലിംഗാണ് ഇതിൻ്റെ അകത്ത് വന്നത്. എന്ന് വെച്ചാൽ നല്ല വളരെ നമ്മൾ ബെഡിനനുസരിച്ച് മിററൊക്കെയാണ് അവിടെ സെറ്റപ്പാക്കിയിരിക്കുന്നത്. എല്ലാം നല്ല ഡെക്കറേഷൻ ചെയ്ത് ഇൻറ്റീരിയർ വർക്ക് പോകണമൊക്കെ എല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്.
നമ്മൾ കുറച്ച് പ്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഇതുണ്ടോ, ഗ്ലാസ്സൊക്കെ നല്ല റെഡ് കളറിലാണ്. ഇതിന് 11 ദിറംസാണ്. 15 ദിറംസ് ആയിരുന്നു, ഡിസ്കൗണ്ടാണ്. ഇപ്പോൾ സെറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ബുഫയ്ക്കൊക്കെ വിളമ്പാൻ പറ്റിയ പാത്രങ്ങളാണ്. ഉണ്ട്, നല്ല മോഡലിലിരിക്കുന്നു പാത്രങ്ങളൊക്കെ. പല ഡിസൈനിൽ പെയിൻറ്റിങ്സ് ഉണ്ട് ഇവിടെ. കുറേ പല ഐറ്റംസ് ഉണ്ട്. നല്ല നല്ല വെറൈറ്റി മോഡലും ഉണ്ട് ഇരിപ്പുണ്ട്. പിന്നെ ക്ലോക്ക് ഐറ്റംസ്, വെറൈറ്റി മോഡൽ ക്ലോക്കുകളുണ്ട്. പല വെറൈറ്റി മോഡലിലാണ് പെയിൻറ്റും ആക്കി വെച്ചിരിക്കുന്നത്. മിററിൻ്റെ സെക്ഷനാണ്. ഉണ്ടോ, പല പല വെറൈറ്റി മോഡലിലാണ് മിററുകൾ ഇരിക്കുന്നത്. എന്താ രസമെന്ന് അറിയാമോ കാണാൻ? നമ്മൾ കണ്ടു നിന്ന് ഓരോ ഐറ്റംസും നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പോണ ഫീലിംഗ് ആണ് എല്ലാം വെച്ചിരിക്കുന്നത് കാണുമ്പോൾ. ഇതുണ്ട്, സ്പൂണും ഫോർക്കും ഒക്കെ രീതിയിലൊക്കെയാണ് ക്ലോക്ക് ഇരിക്കുന്നത്. എന്താ രസമെന്നറിയാം ഇതൊക്കെ കാണാൻ. പല രീതിയിൽ പല വെറൈറ്റി മോഡൽ നമ്മൾ ഫോട്ടോകൾ ഉള്ള ഡിസൈനുകളിൽ എന്താ മോഡലൊക്കെ ഇതുണ്ട്. നമ്മുടെ എയറോപ്ലെയിനാണ് ഇവിടെ മോഡലിൽ ക്ലോക്ക് ഇരിക്കുന്നത്. What a beautiful piano.
Wow, my favorite cartoon character. Here are some of the baby cradles, baby items, many of them. I really love this area too much. Wow, Frozen Elsa. It's beautiful. ഇവിടെ ബേക്കിംഗ് ഐറ്റംസ് ആണ്. നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത്യാവശ്യമുള്ള സാധനം മാത്രമേ മേടിച്ചുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ദൽമ മോളിൻ്റെ ഇവിടെയുള്ള ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല 450 ഷോപ്പുകളും ഉണ്ട്. നമ്മൾ വേറെ കടയിലൊക്കെ കയറിയായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ പിടിച്ചില്ല. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഒന്നും വീഡിയോ അവിടെ നിന്ന് എടുത്തില്ല. കുറച്ച് പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒത്തിരി ഒന്നും പിടിച്ചിട്ടില്ല. പുറത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ. നല്ല വിശാലമായ ഷോറൂമാണ് ദൽമ മോളിൻ്റെ ഉള്ളിൽ. നടന്ന് തന്നെ നമുക്ക് എക്സസൈസായി. പിന്നെ ഫുഡ് കോർട്ടൊക്കെ മുകളിലാണുള്ളത്. ഞങ്ങൾ മുകളിൽ പോയി മാക്ഡോണൽസിൽ പോയി ബർഗറൊക്കെ ഒന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി ജ്വല്ലറീസ് ഉണ്ട് കേട്ടോ. അറബിക് ജ്വല്ലറീസാണ് കൂടുതലും. വലിയ വലിയ മാലകളൊക്കെയാണ്, അറബികളുടെ ഐറ്റംസാണ് കൂടുതൽ. ഇവിടെ അറബി ഐറ്റംസാണുള്ളത്. ഇതുണ്ടോ, ഞങ്ങൾ അതിൻ്റെ പുറത്ത് നിന്ന് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ക്യാരിഫോറിലേക്ക് ഒന്ന് പോകാൻ ഓർത്തു. അവിടെ നല്ല തിരക്കാണ് കണ്ടത്. ഇതുണ്ടോ ക്രിസ്മസ് ട്രീ, നമ്മുടെ ദൽമ മോളിൻ്റെ ക്രിസ്മസ് ട്രീ ആണിത്. ഈ പ്രാവശ്യം അവർ ഡിഫറെൻ്റ് ഒരു കളറിലാണ് ആക്കിയിരിക്കുന്നത് ക്രിസ്മസ് ട്രീ. അവിടുന്ന് ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ സാധനമൊക്കെ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ട് വെച്ചേച്ചാണ് പിന്നെ നമ്മുടെ ക്യാരിഫോറിനുള്ളിലേക്ക് വന്നത്. നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇനി പുതിയ റെസിപ്പിയും ബ്ലോഗുമായി വരുന്നതുവരെ ബൈ ഫ്രം ഷബനാസ് കിച്ചൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.